ഇവിടെ ഇപ്പൊ ആരാ അപ്പൊ ഫുഡൊക്കെ കൊണ്ടുവന്നേരാനോ ഭക്ഷണമൊക്കെ എങ്ങനെയാ കൊണ്ടുവന്നേരും? ഇവിടെ നിന്ന് തന്നെ കഴിക്കും. വേഗം രാവിലെ മുതൽ കഴിക്കുക. ഡോക്ടർ എന്നോട് പറഞ്ഞ് കുറേശ്ശെ പലപ്പോഴായിട്ട് കഴിക്കാൻ പറഞ്ഞു. അമ്മക്ക് വേണ്ടുന്ന പൈസ ഇത് ഇവിടെ കൂടെ കിട്ടുന്നുണ്ടോ? ഇങ്ങനെ എനിക്ക് കിട്ടുന്നുണ്ടോ? ഇവിടുന്ന് അപേക്ഷയില്ല. ഒരു ദിവസം ചിലപ്പോ ഞാൻ ഒരു അപേക്ഷ എഴുതി വെച്ച് പോയ ദിവസവും ഒന്നുമില്ലാതെ പോയ ദിവസവും. മനസ്സിലായോ? പിന്നെ ഇപ്പം എല്ലാം ഓൺലൈനാണ്. അപ്പൊ അങ്ങനെ എപ്പോഴും അങ്ങനെ വരത്തില്ല. എല്ലാരും വരില്ലല്ലോ, ഇപ്പൊ എല്ലാരും ഓൺലൈനിലാണല്ലോ എഴുതുന്നത്. പിന്നെ യാദൃശ്യമായിട്ട് ഇവിടുന്ന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റുകൾക്കായി വരുന്നത്. പിന്നെ പരിചയമുള്ളവരൊക്കെ ആണെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ എഴുതാനൊക്കെ കൊണ്ടുവരാറുണ്ടോ? ആദ്യം എന്നെ കാണുമ്പം വരുന്നത് എൻ്റെ അടുത്ത്. അമ്മേനെ കാണുമ്പോ വരും അല്ലേ? അതായത് അവിടെ നോക്കും പിന്നെ ഇങ്ങനെ അമ്മ അന്നില്ലെന്നും പറഞ്ഞില്ല, അവിടെ വന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴേ ഞാനും ഇരിക്കുന്നത്. ഇതിനു മുമ്പ് ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിട്ട്? വന്നിട്ടുണ്ടോ? വേറെ രണ്ടുപേര് പത്രക്കാര് വന്ന്, പിന്നെ കോട്ടയത്തുകാര് വന്ന്. അപ്പൊ അവര് വന്നിട്ട് എന്താ പറഞ്ഞപ്പോ? അങ്ങനെ ഓരോ വാർത്തകളൊക്കെ വന്നപ്പോഴേക്കും വീട്ടിലെന്താ പറഞ്ഞോണ്ടിരുന്നേ? അവർക്കെല്ലാം സന്തോഷമായിരുന്നു. ഈ കൊച്ചിന് ഇവർക്കായിരുന്നു അച്ചാമ്മയ്ക്ക്. അവര് പറയാം, അച്ചാമ്മയ്ക്ക് എങ്ങനെങ്കിലും എന്തെങ്കിലും മനസ്സിന് സന്തോഷം വരുന്നെങ്കിൽ അതല്ലേ നല്ലത്. അവർക്കൊരു സന്തോഷം വരട്ടെ. അവരുടെ ദുഃഖവും പ്രയാസങ്ങളും ഒക്കെ അവർ പറഞ്ഞ് അവരുടെ ആ പ്രയാസം വെച്ചിട്ട് മാറട്ടെ. അതിനാരും തടസ്സം നിൽക്കണ്ട. ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പ്രയാസങ്ങളൊക്കെ ഉള്ള സമയത്ത് അമ്മ എപ്പോഴും തന്നെ ഇരിക്കുകയാണോ പതിവ്? തന്നെ ഇരിക്കും. ഞാൻ ഇവിടെ വന്നിരിക്കും. പിന്നെ വീട്ടിൽ തന്നെ ചുമ്മാനങ്ങൾ പിന്നെ ടി വി വെക്കും. ടി വി വെച്ച് വാർത്തയൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കും. ഇപ്പൊ എല്ലാരും എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ചെയ്ത് കുറച്ചു കാലം കഴിഞ്ഞു കഴിയുമ്പോഴേക്കും പൈസയൊക്കെ സേവ് ചെയ്തിട്ട് വെറുതെ ഇരിക്കുക പതിവ്. അപ്പൊ ഇപ്പൊ അമ്മേനെ നോക്കിക്കഴിഞ്ഞാൽ അമ്മ ഇപ്പോഴും അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സേവ് ചെയ്ത് വെച്ചേക്കുന്നവർക്കല്ലേ. എനിക്കിങ്ങനെ ചെയ്ത് വെച്ചേക്കാനില്ലല്ലോ. മനസ്സിലായോ? അമ്മക്ക് വയ്യാതായി തുടങ്ങിയപ്പോ ഇവിടെ ഇനി അമ്മ ഇരിക്കണ്ട എന്നുള്ള രീതിയിൽ ഇവിടത്തെ ഉള്ള ആൾക്കാരൊക്കെ പറയാറുണ്ടോ? അല്ലെങ്കിൽ കടയിലുള്ള ആൾക്കാരോ അങ്ങനെ ആരെങ്കിലും പറയാറുണ്ടോ? ഒരു മനുഷ്യര് പറയത്തില്ല, പറഞ്ഞിട്ടുമില്ല. അതിനകത്ത് ഒരുപാട് ഉദ്യോഗസ്ഥകളും വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പൊ ഇരിക്കുന്നവരല്ലാതെയും ഒരുപാട് പേര് ഉദ്യോഗസ്ഥരെ കണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്രയൊക്കെ ഇവിടം വരെ വന്നത്. എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു. എന്നെ വേറൊരു പേര് വിളിക്കും, പൊടിച്ചിയമ്മ. അതെന്താ? എൻ്റെ പേര് പൊന്നമ്മ. അങ്ങനെ വിളിക്കുന്നതാ? അപ്പൊ എന്നെ പേര് പൊന്നമ്മ ആയതുകൊണ്ട് എല്ലാരും എന്നെ അറിയപ്പെടുന്ന പൊടിച്ചിയമ്മയെ എല്ലാരും വിളിച്ച്. ഇവിടെ വന്നിരിക്കുമ്പോ ഒരുപാട് ആളുകൾ അറിയുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പൊ ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ നേരം പോവാറുണ്ടല്ലേ? ഒരു മാസം കൊണ്ട് എത്ര രൂപയൊക്കെ കിട്ടും അമ്മക്ക്? അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പല രീതിയിലായിരിക്കും അല്ലേ? അപേക്ഷയൊക്കെ ഒരുപാട് എഴുതിയ ദിവസങ്ങളുണ്ട്, എഴുതാത്ത ദിവസങ്ങളും കാണുന്നുണ്ട്. 30 അപേക്ഷയൊക്കെ എഴുതിയിട്ടുണ്ട്. ഒന്നൊക്കെ വരുമാനം അത്ര വലിയ അല്ലല്ലോ. അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. അന്നേരം സ്പീഡിലങ്ങ് കൈ പോകുന്നു. ഇപ്പൊ ഇതുപോലെ തന്നെ വേറെ ആരെങ്കിലും ഇവിടെ വന്നിരിക്കാറുണ്ടോ? ഇതേപോലെ അപേക്ഷ എഴുതുന്ന ആരെങ്കിലും? അങ്ങനെ ഒരു കക്ഷി ഇവിടെ വന്നിരുന്നായിരുന്നു. ഇവര് ആവശ്യമില്ലാതെ ആളുകളുടെ ഇന്നെല്ലാം കാശ് മേടിച്ചിട്ട് ചെയ്തു കൊടുക്കാവുന്നൊക്കെ, അങ്ങോട്ട് വന്നാൽ മതി ഞാനങ്ങ് ചെയ്യിച്ചു തരാം എന്നും പറഞ്ഞു വരും. അങ്ങനെയൊക്കെ വന്നപ്പോൾ അവര് ഇനി ആരെയും ഒന്നും മേടിച്ചൊന്നും വന്നേക്കരുത്, കരവടയ്ക്കാനൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് കരവടച്ച് ബാക്കിയൊക്കെ കൊടുക്കത്തില്ല, അവരുടെ കയ്യിൽ നിന്നും കാശ് മേടിക്കും. അങ്ങനെ വന്നപ്പോൾ സാറ് പറഞ്ഞു കരവടയ്ക്കേണ്ടവരുമൊക്കെ അവരവർ നടത്തുള്ളൂ. അമ്മേനെ എല്ലാവർക്കും വിശ്വാസമായതുകൊണ്ട് എന്നോട് ഇന്ന് വരെ എന്നോടൊരു അവിശ്വാസമായി ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, ഞാൻ ചെയ്യത്തുമില്ല. എനിക്ക് ഒരു അപേക്ഷ എഴുതണമെങ്കിൽ അത് സാറിനോട് ചോദിച്ചിട്ട് എഴുതേണ്ടതാണെങ്കിൽ അങ്ങോട്ട് ഞാൻ പറഞ്ഞു വിട്ടിട്ട് ചോദിക്കാൻ പറയും. ചോദിച്ചിട്ട് സാറെന്താ പറയുന്നതെന്ന് കേട്ടോണ്ട് വന്നു. അമ്മേനെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ അന്വേഷിച്ച് വരാറുണ്ടോ ആരെങ്കിലും? അല്ലെങ്കിൽ ചോദിക്കാറുണ്ടോ? എന്നെ വീട്ടിൽ വരും ആളുകൾ, താമസിക്കുന്നിടത്തോട്ട് വരും. ഇവിടെ അടുത്താണോ താമസിക്കുന്നത്? ഇപ്പൊ താമസിക്കുന്ന വാടകയ്ക്കാണ്. എന്തിനൊക്കെയുള്ള അപേക്ഷകൾക്കാ കൂടുതൽ ആൾക്കാർ വരിക? എല്ലാവരും ഈ ലൊക്കേഷൻ സ്കെച്ച് എന്ന് പറഞ്ഞിരണോ, ലൊക്കേഷൻ സ്കെച്ച്, തണ്ടപ്പേര് കണക്ക്, BTR,
ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ. ഇനിയിപ്പോൾ പിന്നെ പോക്ക് വരവ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് കൂടുതലും വരുന്നത്. പിന്നെ ഈ ഭൂമി ഇല്ലെന്നുള്ള മേടിക്കാൻ ഒക്കെ. അമ്മയ്ക്ക് ആരെങ്കിലും സഹായം ചെയ്യാം അങ്ങനെയൊക്കെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? മനസ്സോടെ വരുന്നത് ഞാൻ മേടിക്കും, മനസ്സില്ലാതെ വരുന്നത് നീ മേടിക്കത്തില്ല. മനസ്സോടെ വരുന്നത് വാങ്ങിക്കും. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പം ഞാൻ അവിടെ നിൽക്കുക കടയിൽ. അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും കൂടെ അവർ ബൈക്കിൽ ഇങ്ങനെ വന്ന് കിഴക്ക് മാറി അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എന്നെ ശ്രദ്ധിച്ച് ഇങ്ങനെ നിന്ന് കഴിഞ്ഞോട്ടല്ലേ അവരെൻ്റെ അടുക്കലോട്ട് വന്നേച്ച എന്നോടും അമ്മേ ഞങ്ങൾ നോയമ്പിൻ്റെ പങ്ക് തന്ന അമ്മ വാങ്ങിക്കുമോയെന്ന് ചോദിച്ചു. ഞാൻ കഴിക്കത്തില്ല, എന്നാലും കൊച്ചുങ്ങൾക്ക് കൊടുക്കാറ്. ഞാൻ പറഞ്ഞു കഴിക്കും മോനെ, മേടിക്കും മോനെ. എനിക്ക് കൈനീട്ടോ വെച്ച് പോയത് 500 രൂപ തന്നില്ലെങ്കിൽ അവര് അവര് മനസ്സോടെ തന്നതാണ്. അതിൽ നമ്മളോട് ചോദിച്ചിട്ട് തന്നത് മേടിക്കുമോ മനസ്സോടെ വരുന്നത് വാങ്ങിക്കും. എന്നെ അറിയുന്ന ആളുകൾ അമ്മയ്ക്ക് എങ്ങനെ ഉണ്ട്, എങ്ങനെയാ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ എന്തെങ്കിലും കൊണ്ടുവന്ന് എന്നെ പിടിപ്പിക്കും. അമ്മ ഇത് വെള്ളം മേടിച്ച് കൊടുക്കുമെന്നും പറഞ്ഞു. മനസ്സിലായോ? എറണാകുളം ഹൈക്കോടതിയിൽ നിന്ന് വക്കീലന്മാർ 2 പേര് വന്നു. ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്നിട്ട് വന്നതാണ്, ഇവിടെ അളക്കാനും ഒക്കെ വന്നത്. അപ്പം എനിക്ക് നടക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു ഓട്ടോയ്ക്കകത്ത് എന്നെ അവിടെ കൊണ്ടുപോയി. അപ്പോൾ സിറ്റുവേഷനൊക്കെ കാണിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ എന്നെ കണ്ടിടല്ലേ വക്കീലന്മാരെന്ത് പറഞ്ഞെന്നറിയാമോ? അമ്മ ഇറങ്ങണ്ട, അമ്മ അതിനകത്ത് തന്നെ ഇരുന്നു എന്ന് പറഞ്ഞു. ഞാൻ അതിനകത്ത് തന്നെ ഇരുന്നു. അപ്പോൾ ഇതിൻ്റെ അളവെല്ലാം അറിയാവുന്നുണ്ടായിരുന്നു. എൻ്റെ മൂത്ത മോനെല്ലാം അറിയാമായിരുന്നു. അവനെൻ്റെ കൂടെ താമസിച്ചല്ലേ അവിടെ. അവനെല്ലായിടവും കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇവിടെ ഇരുന്ന ഒരു സാറുണ്ടായിരുന്നു കൂടെ. അപ്പം സാറും അതിശയത്തോടെ അല്ലേ ഉണ്ടോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് എല്ലാം കയറി ഗവേഷണത്തിൽ പോയി. CPCR അവര് അങ്ങനെ വന്നവരുടെ ആരുടെയും അങ്ങനെ പോയിട്ടില്ല, അളന്ന് പോയിട്ടില്ല. CPCR ചെന്ന് വെച്ച് ഞങ്ങൾ എറണാകുളം ഹൈക്കോടതിയിൽ നിന്ന് വരുന്നവരാ, ആ ഗേറ്റ് തുറന്നു തരാം. ഗേറ്റ് തുറന്നു അകത്ത് കയറി എൻ്റെ ആ സിറ്റുവേഷൻ മൊത്തം വളർന്നു. അപ്പോൾ അവർ വരുന്നതിന് വണ്ടിക്കൂലി നമ്മൾ കൊടുക്കണം. ഞാൻ വണ്ടിക്കൂലിക്ക് എൻ്റെ ഈ കൊച്ചുമോൻ തന്നെൻ്റെ ഈ പൈസ അവർ വരുമ്പോൾ അവർ പോകാൻ നേരത്ത് കൊടുക്കണം. ആ സമയത്ത് ഇത് ഞാൻ എല്ലാം കഴിഞ്ഞ് അവർ പോകാൻ നേരത്ത് ഞാൻ ഇതെടുത്ത് കയ്യിലോട്ട് കൊടുത്ത് പറഞ്ഞു, ഈ വണ്ടിക്കൂലിയെല്ലാം ഞങ്ങളനുസരിച്ച് അമ്മ വല്ലതും മേടിച്ച് കഴിക്കണം. നമുക്ക് അങ്ങനെ നോക്കിയാൽ ആരുമില്ല എന്നുള്ള അങ്ങനെയൊക്കെ തോന്നലുണ്ടോ? അതെന്റെ വീട്ടുകാരുടെ ആ പ്രയാസം മാത്രമേ. അവര് നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. നോക്കുന്നുണ്ട്, വെള്ളം അനത്തി തരികയൊക്കെ ചെയ്യും. എനിക്ക് അവരെ ബുദ്ധിമുട്ടിക്കരുതെന്ന് എനിക്ക് തോന്നുന്നു. അവര് ഒരിക്കലും ബുദ്ധിമുട്ടരുത്, എന്നെ പൂർത്തി അവർ ബുദ്ധിമുട്ടാൻ പാടില്ല. അതിനാ ഞാൻ എന്നെ 4 അക്ഷരം എൻ്റെ തള്ളയും തന്തയും പഠിപ്പിച്ചത് കൊണ്ട് ഞാൻ അതിൻ്റെ പേര് വന്നു. പക്ഷെ ഇതിൻ്റെ തോത് പറഞ്ഞു തന്നെ ഒരാളെനിക്കുണ്ട്. ഞങ്ങളുടെ എൻ്റെ അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ, അച്ഛൻ്റെ അയലത്തുള്ള ഒരാളാണ്. ആ ആളാ വന്നിട്ട് എനിക്ക് തോത് പറഞ്ഞു തന്നു. മോളെ ഇന്നതുപോലെ ചെയ്യണം, ഇന്നതുപോലെ എഴുതണം. അപ്പൊ ഞാനത് ആ പറഞ്ഞ ഇത്രയും ഗ്രഹിച്ചിഞ്ഞെടുത്തു എഴുതാൻ പറ്റും. ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ ആ എഴുതിയ ആ രീതി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എഴുതുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും പഠിച്ചു അല്ലേ? പിന്നെ 9 വരെ പോയല്ലേ. എന്നെ എഴുതി കഴിഞ്ഞ് 9 വരെ ഞങ്ങൾ 6 കൂട്ടുകാർ പോയി. 6 പേര്. ഇത് കഴിഞ്ഞിട്ട് 10ാം ക്ലാസ് ഒക്കെ എഴുതിയെടുക്കുന്നതൊക്കെ നോക്കിയായിരുന്നു. 10ാം ക്ലാസ്സിൽ കേറി അങ്ങോട്ട് പോകണമെന്ന് എഴുതിയില്ല. അപ്പൊ എനിക്ക് 9 കിട്ടത്തുള്ളൂ. ഓ അങ്ങനെ. സർട്ടിഫിക്കറ്റ് അങ്ങ് പോയി, വെള്ളത്തിൽ ഒഴുകിയും പോയി, ചെതലഴിച്ചും പോയി. അല്ല, ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ വയസ്സായാലും 10ാം ക്ലാസ് എഴുതാന്നൊക്കെ ഉള്ളൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. നോക്കിയായിരുന്നോ? ഇല്ല, നോക്കിയില്ല. ഉള്ള അക്ഷരവും കൊണ്ടിരിക്കാം. അക്ഷരങ്ങൾ നന്നായിട്ട് എഴുതുന്നുണ്ടല്ലോ, ഭയങ്കര സ്പീഡിൽ എഴുതുന്നുണ്ടായിരുന്നു.
അന്നേ ചെയ്യുന്ന ആ സ്പീഡ് എൻ്റെ കൈക്ക് വരുമോ. പിന്നെ ഇപ്പം അതുപോലെ വരുന്നില്ലെങ്കിലും ഇവിടുന്ന് ഞാനങ്ങ്. അമ്മ എന്തെങ്കിലും പാട്ടോ വല്ലതൊക്കെ പാടോ? എനിക്ക് പാട്ടൊന്നും അറിഞ്ഞൂടാ. പാട്ടറിഞ്ഞൂടാ. അപ്പൊ അമ്മേ താങ്ക് യു ട്ടാ. ഇനി വരുമ്പോ കാണാം.